ഹായ് ഹലോ ഗായ്സ്, നമുക്കിന്ന് എറണാകുളത്ത് കല്യാണത്തിനോ അതുകൊണ്ട് തന്നെ വെളുപ്പാൻ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങണം. പിന്നെ ട്രെയിനകത്താണ് നമ്മുടെ സവാരി. ട്രെയിൻ വളരെ കൃത്യനിഷ്ഠയുള്ള ഒരു സാധനം ആയതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ടൈമിങ്ങിന് വന്ന് എല്ലാം കൂടെ ഞെങ്ങി കയറി. സ്ഥലത്തിന്റെ അധിക കാരണം കൊണ്ട് കൊച്ച് ട്രെയിനിന്റെ പുറത്തിനകത്ത് വരെ കയറി കിടന്ന്. കാരണം അത്യാവശ്യം 3-4 മണിക്കൂറുള്ള ട്രാവലിംഗ് ഉണ്ടല്ലോ. ദെൻ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇനി ഇവിടെ നിന്ന് ചെക്കൻ്റെ വീട്ടിലോട്ട് പോകാൻ കുറച്ചും കൂടി പോകണം. ദെൻ നമ്മൾ ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇനിയുള്ള സവാരി കണ്ടിന്യൂ ചെയ്യുന്നത്. ദെൻ നമ്മളൊരു ഓട്ടോയിൽ 3-4 പേരൊക്കെ കയറി അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് ദെൻ നമ്മൾ ചെക്കൻ്റെ വീട്ടിലെത്തി. അവിടെ നിന്നാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ. ദെൻ നമ്മൾ അതൊക്കെ മുണങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മെയിൻ പരിപാടി രാവിലെ ഇറങ്ങിയോണ്ട് ആരും തന്നെ ഒന്നും ഒരുങ്ങിയിട്ടും എടുത്തിട്ടും ഒന്നുമില്ല. ദെൻ എല്ലാവരും നല്ല പുട്ടിയൊക്കെ അടിച്ച് സുന്ദരി സുമുഖന്മാരായിട്ട് ഒരുങ്ങിയാണ് ഇനി കല്യാണത്തിന് അങ്ങോട്ട് പോകേണ്ടത്. നമ്മൾ ചെക്കൻ കൂട്ടരാണ് സംഭവം. എൻ്റെ നാത്തൂൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ്. ദെൻ നമ്മളെല്ലാവരും റെഡിയായി മേക്കപ്പൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ ബേബീനെ കണ്ട സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ അവിടുന്ന് ട്രാവലറിലാണ് ഓഡിറ്റോറിയത്തിലോട്ട് പോണത്. ദെൻ ഗ്രൂമിൻ്റെ എൻട്രിയൊക്കെ കണ്ട് ദെൻ പിന്നെ നിക്കാഹും കഴിഞ്ഞ് ഫുഡടിയും കഴിഞ്ഞ് പിന്നെ നമ്മുടെ മെയിൻ പരിപാടി ഫോട്ടോ എടുപ്പാണല്ലോ. ആ ജോലി അങ്ങ് ഒതുക്കിയിട്ട് പിന്നെ നമ്മൾ റിസപ്ഷന് വേണ്ടി പോകാൻ വേണ്ടിയായിരുന്നു. പിന്നെ റിസപ്ഷന് പോയ ക്ലിപ്പൊന്നും ഞാൻ എടുത്തില്ല. അപ്പോഴത്തേക്ക് ഞാൻ വീഡിയോയുടെ കാര്യം മറന്നുപോയി. പിന്നെ അവിടെ നിന്നും ഫുഡ് കഴിച്ച് ഒരു 9:30 ആയപ്പോൾ ഇറങ്ങി. പിന്നെ വീട്ടിലെത്തിയപ്പം എളുപ്പാങ്കാലം ആയതുകൊണ്ട് പിന്നെ പറയേണ്ട അവസ്ഥ ഒന്നും ഇല്ലല്ലോ. ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളു. ശരി എന്നെങ്കിൽ ടാറ്റാ.